ഓരോ ദിവസവും ആത്മാവിനെ മലിനാക്കാതെ നോക്കുക. അത് വലിയൊരു അതാണ് ഏറ്റവും വലിയ പ്രാക്ടീസ്. ഞാനൊരു 3-4 വട്ടം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പല വട്ടം 15 വട്ടത്തോളം കാശിയിൽ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. കാശി ബാബയുടെ വീട് അറിയുമോ? അയാൾക്ക് അവിടെ ഈ പാത്രങ്ങളുടെയൊക്കെ ഒരു ബിസിനസ്സാണ്. അയാൾ ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നു. അപ്പം ഞാൻ വിസ്മയത്തോടെ ലാലേട്ടൻ ഇദ്ദേഹത്തിനോട് ഇടപെടുന്ന ആ രീതി, ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നതുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ നേരത്ത് മണി പറഞ്ഞു നാട്ടിൽ വരുമ്പം വിളിക്കാം ലാലേട്ടാണ് പോകാൻ നേരത്ത്. അപ്പോൾ പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞു. എന്തായാലും വിളിക്കണം എന്നുള്ളതാണ്. അവിടുന്ന് എന്നാൽ പോവല്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊരു ഇന്നോവയിൽ കയറി. ഒരു പ്രൊഡക്ഷൻ വണ്ടിയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ ലാലേട്ടൻ ഫ്രണ്ടിലാണല്ലോ ഇരിക്കേണ്ടത് എന്നാണല്ലോ. പക്ഷേ ലാലേട്ടൻ ആ ഇന്നോവയുടെ പുറകിലെ സീറ്റിലേക്ക് ഇങ്ങനെ നൂണ്ട് പോകാന്ന് പറയില്ലേ, നൂണ്ട് പോയിട്ട് ഏറ്റവും പുറകിൽ പോയിരുന്നു. അപ്പോൾ എല്ലാവരും ലാൽ സാർ മുമ്പിലിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം, അവിടെ ഇരിക്കുന്ന സുഖം, ഇവിടെ നിന്ന് ഇരുന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ലാഹിരി മാഷൻ്റെ വീട്ടിൽ പോവാണ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അവിടുന്ന് വിളിച്ചു പറയാം ഞാനാണ് കൊണ്ടുവന്നത് കേട്ടോ ഒരു കുട്ടിയെ പോലെ. അവിടെ ഒരു മൂർക്കാങ്കട പോലെ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയും ടൈം മെഷീൻ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ, ലാഹിരി മാഷൻ അവിടെ ഉണ്ട്, നമ്മളിപ്പോൾ കാണാൻ പോവാണ്, ഇവിടെ ഒരു മുറുക്കാങ്കടക്കാരുണ്ട്, നമ്മൾ അയാളുടെ അടുത്ത് പോയി ചോദിക്കുന്നു ലാഹിരി മാഷൻ്റെ വീട് എവിടെയാണ്. അപ്പോൾ അതിലൊക്കെ ഉള്ള ആ ഒരു താല്പര്യം. ഞങ്ങൾ എന്നിട്ട് ആ ഘാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ വഴികളിൽ കൂടെയൊക്കെ നടന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ അദ്ദേഹത്തെ തോളുരുമി പോകുന്നുണ്ട്. ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ തോളുരുമി പോകുന്നവർക്കറിയോ 3 കോടി മലയാളികൾ നെഞ്ചിലേറ്റുന്ന ഒരു മനുഷ്യനെയാണ് ഒരു മുട്ടിയിട്ട് നടന്നു പോകുന്നത് ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. വേണമെങ്കിൽ നാളെ തന്നെ നടത്താമെന്നുണ്ടെങ്കിലും അതെ അതൊരു വലിയ മനസ്സാണ് എന്നുള്ളതാണ്. നാളെ തന്നെ സംഭവിപ്പിക്കാൻ പറ്റും ചില കാര്യങ്ങൾ. നാളെ പോയാലോ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുള്ളൂ. അല്ലാതെ നാളെ പോവാമെന്നുള്ളൊരു അഹങ്കാരത്തിന്റെ സ്വരം വരില്ല. കത്തനാർ സിനിമയെ കുറിച്ചിട്ടാണ് ആദ്യമായി സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമയാണ്. കത്തനാർ എന്ന് പറയുന്ന മലയാളികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു എന്നാ പിന്നെ ഇതൊരു സിനിമയാക്കിക്കൂടെ. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ എഴുതാൻ അറിയില്ല. സിനിമാക്കാരെ പരിചയം ഉണ്ടെന്നുള്ളതുകൊണ്ട് സിനിമ എഴുതാൻ അറിയണമെന്നില്ലല്ലോ. സിനിമ എഴുതാൻ അറിയില്ല, ഞാൻ സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതൊക്കെ പറയാനും അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അതൊരു ആത്മാവിൻ്റെ ക്വാളിറ്റിയാണ്. എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിമലീകരണം എന്ന് പറയും. എന്താ പറയുക, ഒരു സെൽഫ് റിന്യൂവൽ. ഓരോ സമയത്ത് ഓരോ ദിവസവും ആത്മാവിനെ മലിനാക്കാതെ നോക്കുക. അത് വലിയൊരു അതാണ് ഏറ്റവും വലിയ പ്രാക്ടീസ്. അത് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ സാധന എന്നാണ് എൻ്റെ വിശ്വാസം. മറക്കാനാവാത്തൊരു അനുഭവം പറഞ്ഞാൽ ലാലേട്ടനൊപ്പം ഉള്ളത് രാംജി എന്ത് പറയും? മറക്കാനാവാത്ത അനുഭവം ഒരുപാടുണ്ട്. ഒരു ആത്മീയമായ അനുഭവം പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ലാലേട്ടൻ്റെ 60ാം പിറന്നാളിന് ഞാനത് ലാലേട്ടന് ലാഹിരിയുടെ ക്ഷണക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഞാനത് എഴുതിയിരുന്നു. ഇത് കാശിയിൽ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ലാലേട്ടനെ കണ്ട സമയം. അപ്പം നമുക്ക് കുറച്ച് മുൻവിധികളൊക്കെ ഉണ്ടാവും, ഇത് എങ്ങനെയായിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ. അദ്ദേഹത്തിന് ഇല്ലെങ്കിലും ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ഗംഗാ വ്യൂ എന്ന് പറയുന്ന ഒരു ഗാംഗസ് വ്യൂ എന്ന് പറയുന്നൊരു അവിടുത്തെ ഒരു വളരെ മനോഹരമായൊരു ഹോട്ടലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു റാം കാശിയിൽ എത്ര തവണ വന്നിട്ടുണ്ട്. ഞാനൊരു 3-4 വട്ടം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പല വട്ടം 15 വട്ടത്തോളം കാശിയിൽ വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. കാശി ബാബയുടെ വീട് അറിയുമോ എന്ന് ചോദിച്ചെന്നോട്. അപ്പം ഞാൻ ആ പേര് എനിക്ക് കേട്ടിട്ടില്ല, ഞാൻ പരിചയമില്ല എനിക്ക് ആ പേര്. ഞാൻ കാശി ബാബയോ ഞാൻ കേട്ടില്ല ലാലേട്ടാ. അപ്പോൾ ഫോട്ടോ കാണിച്ചു തന്നു എനിക്ക്. അപ്പോൾ ലാഹിരി മഹാശയൻ്റെ ഫോട്ടോ ആണ്. പരമഹംസ യോഗാനന്ദൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീയുക്തേശ്വര ഗുരുയുടെ ഗുരുവായിട്ടുള്ള ലാഹിരി മഹാശയൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്. ബാബാജി മഹാവതാറിൻ്റെ ശിഷ്യൻ. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് കാശി ബാബ. അപ്പോൾ എനിക്കത് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന്. ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയോ ആണ്. അപ്പോഴും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അദ്ദേഹം കാശിക്കാരനാണ്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡേറ്റ എൻ്റെ മനസ്സിൽ ഇല്ല. ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന്. പക്ഷെ ആർക്കും അറിയില്ല. ആരോട് ചോദിച്ചാലും അവരില്ല, അറിയില്ല എന്ന് പറയും. 15 വട്ടം വന്നപ്പോൾ ഞാൻ തിരഞ്ഞു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മണി എന്ന് പേരുള്ള പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് അവിടെ ഈ പാത്രങ്ങളുടെയൊക്കെ ഒരു ബിസിനസ്സാണ്. അയാൾ ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നു. അയാൾ എന്തോ ലോക്കൽ ഈ സിനിമയ്ക്ക് വേണ്ടി എന്തോ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാലേട്ടനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നു.
അപ്പോൾ ഇയാൾ വന്നു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ഇയാളെ എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ പോലെ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിച്ചു. അയാൾക്ക് വലിയ സന്തോഷം. നാട്ടിൽ കാണാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിന്, കാശിയിൽ നിന്ന് പെട്ടെന്ന് കാണാൻ കിട്ടിയ ഒരു അവസരം. അപ്പം ഞാൻ വിസ്മയത്തോടെ ലാലേട്ടൻ ഇദ്ദേഹത്തിനോട് ഇടപെടുന്ന ആ രീതി, ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നതുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ നേരത്ത് പറഞ്ഞു, മണി പറഞ്ഞു നാട്ടിൽ വരുമ്പം വിളിക്കാം ലാലേട്ടാന്ന് പോകാൻ നേരത്ത്. അപ്പോൾ പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞു, എന്തായാലും വിളിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ഇറങ്ങാൻ നേരത്ത് ലാലേട്ടൻ ചോദിച്ചു, മണി ഈ കാശി ബാബയുടെ വീട് അറിയോ? അപ്പോൾ അയാൾ ചോദിച്ചു കാശി ബാബയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ലാഹിരി മഹാശയൻ, എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണെന്ന്. അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് എന്നാൽ പോവല്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊരു ഇന്നോവയിൽ കയറി. ഒരു പ്രൊഡക്ഷൻ വണ്ടിയാണ്. ഞങ്ങൾ അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി. ഞാൻ കയറി ലാലേട്ടന് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ലാലേട്ടൻ പൊതുവേ ലാലേട്ടൻ ഫ്രണ്ടിലാണല്ലോ ഇരിക്കേണ്ടത് എന്നാണല്ലോ. പക്ഷേ ആ ലാലേട്ടൻ ആ ഇന്നോവയുടെ പുറകിലെ സീറ്റിലേക്ക് ഇങ്ങനെ നൂണ്ട് പോകാന്ന് പറയില്ലേ, നൂണ്ട് പോയിട്ട് ഏറ്റവും പുറകിൽ പോയിരുന്നു. അപ്പോൾ എല്ലാവരും ലാൽ സാർ മുമ്പിലിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞേ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം, അവിടെ ഇരിക്കുന്ന സുഖം, ഇവിടെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ലാഹിരി മാഷൻ്റെ വീട്ടിൽ പോവാണ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അവിടുന്ന് വിളിച്ചു പറയാം, ഞാനാണ് കൊണ്ടുവന്നു കേട്ടോ, ഒരു കുട്ടിയെ പോലെ ഞാനാണ് കൊണ്ടുവന്നു കേട്ടോ എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ഈ കാശിയിൽ ആ ഘാട്ടിൻ്റെ അടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷെ ഞങ്ങൾ കാറിനാണ് പോയത്. ശരിക്കും ബോട്ടിന് വരാം അങ്ങോട്ട്. കാറിന് പോയി, കാർ ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പം അവിടെ ഒരു മൂർക്കാങ്കട പോലെ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയും ടൈം മെഷീൻ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ, ലാഹിരി മാഷൻ അവിടെ ഉണ്ട്, നമ്മളിപ്പോൾ കാണാൻ പോവാണ്, ഇവിടെ ഒരു മുറുക്കാങ്കടക്കാരുണ്ട്, നമ്മൾ അയാളുടെ അടുത്ത് പോയി ചോദിക്കുന്നു ലാഹിരി മാഷൻ്റെ വീട് എവിടെയാണ്. അപ്പോൾ അതിലൊക്കെയുള്ള ആ ഒരു താല്പര്യം, വളരെ ഒരു ആഗ്രഹം അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് ആ ഘാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ വഴികളിൽ കൂടെയൊക്കെ നടന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ അദ്ദേഹത്തെ തോളുരുമി പോകുന്നുണ്ട്. ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ തോളുരുമി പോകുന്നവർക്കറിയോ 3 കോടി മലയാളികൾ നെഞ്ചിലേറ്റുന്ന ഒരു മനുഷ്യനെയാണ് ഒരു മുട്ടിയിട്ട് നടന്നു പോകുന്നത് ഞാൻ എഴുതിയിട്ടുണ്ടായില്ലേ. ഞങ്ങൾ നടന്ന് പോയി ഈ വീട്ടിൻ്റെ ബി ലാഹിരി എന്ന് എഴുതിയ ആ ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ മണി ചോദിച്ചു ഇത് തുറക്കാൻ പറയണോ ഉള്ളെന്ന്. തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് ചിലപ്പോൾ പറ്റുമായിരിക്കും, ഉള്ളിൽ കൂടെ പോയിട്ടൊക്കെ പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇതൊന്ന് തൊട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് തൊട്ട് തല അതിൽ, ആ ഫോട്ടോ എൻ്റെ അടുത്തില്ല, ഞങ്ങൾ രണ്ടാളും അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ തല അതിലിങ്ങനെ വെച്ച് ഇങ്ങനെ നമസ്കാരപൂർവ്വം ആ മഹാഗുരുവിനെ പ്രണമിച്ചു. അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു സംഭവമാണ്. കാരണം എത്രമാത്രം ഗുരുഭക്തി അദ്ദേഹത്തിനുണ്ട്, കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് വായിച്ചറിവല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിനോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അത് ഓരോ ആ കാര്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. കാരണം നമ്മൾക്ക് ലാലേട്ടനെ സംബന്ധിച്ച് മേ ബി അവിടെ പോകാനുള്ള എന്താ പറയാ ഒരുക്കങ്ങൾ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനല്ല. പക്ഷെ അങ്ങ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കാറുള്ളത്. വേണമെങ്കിൽ നാളെ തന്നെ നടത്താമെന്നുണ്ടെങ്കിലും അതൊരു വലിയ മനസ്സാണ് എന്നുള്ളതാണ്. നാളെ തന്നെ സംഭവിപ്പിക്കാൻ പറ്റും ചില കാര്യങ്ങൾ. നാളെ പോയാലോ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുള്ളൂ. അല്ലാതെ നാളെ പോവാമെന്നുള്ളൊരു അഹങ്കാരത്തിന്റെ സ്വരം വരില്ല. അതാ ഒരു വലിയ മനുഷ്യന്റെ നമ്മൾ നിസ്സാരരാണല്ലോ ചില കാര്യങ്ങളിൽ. ഇപ്പൊ ഞാൻ ഇവിടെ ഈ പോഡ്കാസ്റ്റിന് വരാം എന്ന് ഇന്നലെ പറഞ്ഞു, പക്ഷെ അത് ലാലേട്ടനാണെങ്കിൽ ചിലപ്പോൾ പറയാ ഇങ്ങനെയായിരിക്കും, അങ്ങനെ സംഭവിക്കട്ടെ, നാളെ അവിടെ എത്താൻ പറ്റട്ടെ എന്നായിരിക്കും പറയാം. അപ്പൊ ഞാൻ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു അഹങ്കാരം ഉണ്ട്, ഇത് ഞാൻ വരാം, ഞാൻ വരുന്നെന്താ ഇപ്പോൾ ഉറപ്പ്? ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഉണരുന്ന ഒരു ഉറപ്പുള്ള ആളല്ല മനുഷ്യൻ. പക്ഷെ നമ്മൾ എന്നാലും പറയും ഞാൻ അവിടെ വരാം, ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം പലപ്പോഴും പറയുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ളത്. അതൊരു ഒരു ലാളിത്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കൃപ അദ്ദേഹത്തിന്റെ മേലുള്ളതുകൊണ്ട് ആ കൃപ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ മേലെയുണ്ട്. ഇനി ചോദിക്കാനുള്ളത് കത്തനാർ സിനിമയെ കുറിച്ചിട്ടാണ്. ആദ്യമായി സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമയാണ് കത്തനാർ എന്ന് പറയുന്ന മലയാളികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം, ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്നു, ജയേട്ടൻ അഭിനയിക്കുന്നു. നമുക്കെല്ലാം വലിയ പ്രതീക്ഷകളുണ്ട്. 2025 മലയാളികൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സിനിമയാണ് കത്തനാർ. എന്താണ് കത്തനാറിന്റെ വിശേഷങ്ങൾ? എങ്ങനെയാണ് കത്തനാറിലേക്ക് എത്തിപ്പെട്ടത്? കത്തനാർ വാസ്തവത്തിൽ ഒരു സിനിമയാക്കണമെന്ന് വിചാരിച്ച് എഴുതിയ ഒരു കാര്യമല്ല. കുട്ടിച്ചാത്തൻ വായിച്ചാൽ ആ പുസ്തകത്തിൽ
അതിലൊരു പാരഗ്രാഫിൻ്റെ അവസാനം ഒരു വരി ഞാൻ കത്തനാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായിരുന്നു കത്തനാരിൻ്റെ തുടക്കം. ആ വരി എഴുതാൻ വേണ്ടി ഞാൻ ഒരുപാട് അതിൻ്റെ പിന്നാലെ നടന്നു. കടമറ്റം മാന്ത്രികത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതിൻ്റെ പിന്നാലെ നടന്നു. പല ആളുകളെയും കണ്ടു. പല മഹാത്മാക്കളും ആ വിഷയത്തിൽ അറിവുള്ള ആളുകളെ കാണാനൊക്കെയുള്ള അവസരം ഉണ്ടായി. അപ്പോഴൊക്കെ ഈ ഐതിഹ്യമാലയിൽ പറയാത്തൊരു കടമറ്റത്തച്ഛനെ കാണാൻ പറ്റി. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിട്ടുള്ള, ഐതിഹ്യമാലയിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ ഒരു ദുഷിച്ച ഭാഷയിലുള്ളതായിരുന്നു എന്നാണ് ഐതിഹ്യമാലകാരൻ പറയുന്നത്, കൊട്ടാരത്ത് ശങ്കുണ്ണി പറയുന്നത്. അപ്പോൾ എന്താ ഈ ദുഷിച്ച ഭാഷ? അത് ഈ മലയാളവും സുറിയാനിയും തമിഴും ഒക്കെ കൂടി കലർന്ന ചില ദ്രാവിഡ മന്ത്രങ്ങളുടെയൊക്കെ സ്വഭാവത്തിലുള്ള, ശാപന മന്ത്രങ്ങളുടെയൊക്കെ സ്വഭാവത്തിലുള്ള, അപ്പോൾ അങ്ങനെയുള്ള ചില മന്ത്രങ്ങളൊക്കെ കാണാനും ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടായി. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് സജി ശങ്കരൻ നായർ എന്ന് പറയും. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഇതൊരു സിനിമയാക്കിക്കൂടെ? ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമ എഴുതാൻ അറിയില്ല. സിനിമാക്കാരെ പരിചയം ഉണ്ടെന്നുള്ളതുകൊണ്ട് സിനിമ എഴുതാൻ അറിയണമെന്നില്ലല്ലോ. അതില്ല, സിനിമ എഴുതാൻ അറിയില്ല. ഞാൻ സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കഥ ഇങ്ങനൊരു കാര്യം ചേട്ടനോട് പറയുന്നത്. ഞങ്ങളത് ഋഷികേശിലായിരുന്നു ആ സമയത്ത്. ഋഷികേശിൽ ഞങ്ങൾ രണ്ടുപേരും ഗംഗയുടെ തീരത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അന്ന് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്ന സമയം, ചേട്ടന് അവാർഡ് ഉണ്ട് ആ സമയത്ത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയുണ്ട്. ചേട്ടൻ പറഞ്ഞു, നല്ല കഥയാണല്ലോ, എഴുതിക്കോ എന്നാലും. എനിക്ക് എഴുതാൻ അറിയില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പത്മരാജൻ്റെ തൂവാനം തുമ്പികളുടെ സ്ക്രിപ്റ്റ് DC ബുക്സ് പോയി മേടിച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക എന്ന് ആദ്യമായിട്ട് നോക്കി.